എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ എങ്ങനെയുണ്ട്? ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇവിടെയും നല്ല മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ കുറവാണേ. ഇനി നമ്മുടെ പ്ലാന്റ്സിനൊക്കെ കുറച്ച് ഫെർട്ടിലൈസർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴയുള്ള സമയത്ത് നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ഒക്കെ കൊടുക്കണേക്കാളും ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതാണ് നല്ലത്. ആദ്യം കുറച്ച് ചാണകപ്പൊടി എടുത്തു. അതിലേക്ക് നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിരുന്ന കുറച്ച് മുട്ടത്തോടുണ്ടായിരുന്നേ, അതുകൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കമ്പോസ്റ്റും ഉണ്ടായിരുന്നു. കമ്പോസ്റ്റ് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കമ്പോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ. ഞാൻ നമ്മുടെ വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റും അതുപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാറുള്ളതാണ്. അതെല്ലാം നമ്മുടെ ഈ പച്ചക്കറിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് അതെല്ലാം തീർന്നു പോയിട്ടുണ്ട്. ഇനിയുള്ളത് നല്ല കമ്പോസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് കമ്പോസ്റ്റ് ഞാൻ മേടിച്ചതാണ്. ഇതുപോലെ ചാണകപ്പൊടിയുടെ കൂടെ ചേർത്തിട്ട് റോസയ്ക്കും അതുപോലെ കുറച്ച് പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടാണ് മേടിച്ചത്. പക്ഷേ അത് മേടിച്ചപ്പം മുതൽ ഓരോ പ്ലാന്റ്സൊക്കെ നടുന്ന ടൈമിൽ ഞാൻ പോട്ടി മിക്സിൻ്റെ കൂടെ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ആഡ് ചെയ്തിട്ട് അതെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. എന്തായാലും ബാക്കിയുള്ള കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലുപൊടി ഒരുപാട് ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ റൂട്ടൊക്കെ ചീഞ്ഞ് പ്ലാന്റ് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഒരുപാട് അങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ആദ്യം നമുക്ക് നമ്മുടെ റോസൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണേ. ഞാൻ പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് മണ്ണൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ വേണം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം നല്ല മഴയൊക്കെ ആയത് കാരണം നൈട്രജനും അതുപോലെ മിനറൽസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ് എല്ലാം നല്ലതായിട്ട് ഗ്രോത്ത് ഉണ്ടായിക്കോളും. പൂക്കൾ ഉണ്ടാകുന്നത് ഒരുപാട് നാൾ നിൽക്കില്ല കേട്ടോ. ഈ മഴ സമയത്ത് പെട്ടെന്ന് അതങ്ങ് അഴുകി നശിച്ചു പോകും. നമ്മുടെ ഓർക്കിഡ് റോസൊക്കെ വലിയ പോട്ടിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അതൊരു 2 കരണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. എല്ലാത്തിലും ഈ ഡ്രിപ്പർ കണക്ട് ചെയ്തേക്കുന്നത് കാരണം നമ്മൾ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് വേണം അതിനകത്തേക്ക് ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്യാനായിട്ട്. കാരണം മണ്ണൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷമാണല്ലോ ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് റിമൂവ് ചെയ്തേക്കണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റോസയുടെയൊക്കെ ചുവട്ടിലെ പുല്ലെല്ലാം പറിച്ച് കളയാറുള്ളതാണ്. എന്നാലും അതങ്ങ് പെട്ടെന്ന് വളർന്നോളും. എത്രയൊക്കെ കെയർ ചെയ്താലും എൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വരാത്തൊരു പ്ലാന്റാണ് റോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കും അങ്ങനെ ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടോ? നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ ലീവ്സൊക്കെ വന്നിട്ട് നിറച്ച് പൂക്കളോട് കൂടി നിൽക്കുന്ന റോസാണ് എൻ്റെ ഡ്രീമിലുള്ളത്. ഇതുവരെയും അത്രത്തോളം അങ്ങോട്ട് സക്സസ് ആയിട്ടില്ല. ലീഫൊക്കെ ആയി നല്ല ഗ്രോത്തൊക്കെ വന്ന് മൊട്ടൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇൻസെക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴുക്കളുടെയൊക്കെ ആക്രമണം വന്നിട്ട് വീണ്ടും അത് നശിച്ചു പോകും. നമ്മുടെ വീടിൻ്റെ ചുറ്റും കാടായതുകൊണ്ട് അവിടെ നിന്നെല്ലാം ഇൻസെക്റ്റ് പോലുള്ള ജീവികളൊക്കെ വന്നിട്ട് ഇലകളെല്ലാം നശിപ്പിക്കാറുണ്ടേ. അപ്പോൾ അതിനുള്ള പ്രതിവിധി ചെയ്യുമ്പോൾ പിന്നീട് അതിന് ഫെർട്ടിലൈസർ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അത്രയും നല്ല കെയർഫുള്ളായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ ഈ റോസയൊക്കെ സക്സസ് ആയി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാടധികം പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് എല്ലാ പ്ലാന്റും ഈ പറയുന്ന പോലെ എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് കെയർ ചെയ്യാൻ സാധിക്കാറില്ല കേട്ടോ. ഒരുപാട് പ്ലാന്റ്സ് അങ്ങനെ മേടിച്ച് കൂട്ടാതെ ഏതെങ്കിലും 1-2 വെറൈറ്റി മേടിച്ച് അതിന് നല്ലതായിട്ട് കെയർ ചെയ്ത് നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നോട് അങ്ങനെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ എനിക്കതൊരിക്കലും സാധിക്കാറില്ല. ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ കാണുമ്പോൾ ഞാൻ അങ്ങ് അറിയാതെ മേടിച്ചു പോകും. ഇത്രയും റോസ് എല്ലാം നല്ല സക്സസ് ആയി നല്ല പൂക്കളാവാതെ ഇനി എന്തായാലും ഞാൻ റോസ് മേടിക്കില്ലെന്ന് ശബ്ദം ചെയ്തേക്കാണ് കേട്ടോ. കണ്ടറിയാൻ എന്താവുമെന്ന്. ഏതെങ്കിലും നഴ്സറിയിലൊക്കെ നല്ല പൂത്തെളിഞ്ഞ് നിൽക്കുന്ന റോസൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കൺട്രോൾ പോയേക്കാം. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തും അയ്യത്തുമുള്ള കാടൊക്കെ എങ്ങനെയെങ്കിലും വൃത്തിയാക്കാം. പക്ഷേ ഈ ചുറ്റുമുള്ള കാട് എങ്ങനെ വൃത്തിയാക്കുമെന്ന് എനിക്കൊരു അറിവും ഇല്ല കേട്ടോ. എനിക്ക് തന്നെ അത് ക്ലീൻ ആക്കി ഇട്ടൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമുള്ള കാട് തന്നെ വൃത്തിയാക്കാൻ എനിക്ക് ശരിക്കും ഇപ്പോൾ ടൈം കിട്ടാറില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അതുകൂടി നീറ്റാക്കി ഇടുന്നത്? നമ്മുടെ ആ റോസയിലുണ്ടല്ലോ ഒരു വയറ് കയറിയിട്ട് മൊത്തത്തിൽ അതിനെ അങ്ങ് ചുറ്റിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ വയറയുടെ ചുവട് കണ്ടുപിടിച്ച് അതിനെ പിഴുത് കളഞ്ഞിട്ടുണ്ടേ. DAP ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് റോസയൊക്കെ കുറച്ച് തളിരിലകളൊക്കെ വന്ന് മൊട്ടൊക്കെ വന്ന് തുടങ്ങിയത്. അപ്പോഴാണ് ശക്തമായ മഴ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ അവരുടെ ഗതി വീണ്ടും പഴയതുപോലെ തന്നെ ആയി കേട്ടോ.
റോസയുടെ മൊട്ടൊക്കെ കരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതിന് എന്താണ് പ്രതിവിധി എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വീഡിയോസൊക്കെ കണ്ടു. വെർട്ടിസീലിയോ എന്ന് പറയുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടു. പക്ഷെ അത് മേടിക്കാൻ ഇതുവരെ എനിക്ക് സാഹചര്യം കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ചുവട് നല്ല സെറ്റായിട്ടിരിക്കുകയാണേ. ഇത് ഞാൻ പീസ് ആൻഡ് ലവ് റോസ് ആണെന്ന് വെച്ചിട്ടാണ് മേടിച്ചത്. പക്ഷേ ഇത് പീസ് ആൻഡ് ലവ് റോസ് അല്ല. ഇതിൻ്റെ പൂക്കൾ ചെറുതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. എപ്പോഴും പൂക്കളും ഉണ്ടാകാറുണ്ട്. ബാക്കിയുള്ള റോസിനൊക്കെ എന്തെങ്കിലും കീടങ്ങളുടെ ആക്രമണമോ അല്ലെങ്കിൽ ലീഫൊക്കെ മഞ്ഞളിച്ച് പോകുന്ന പ്രശ്നമൊക്കെ വന്നാലും ഈ റോസയ്ക്ക് അത്രയ്ക്ക് ഞാൻ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ കുമാർ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് പോട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ റോസ് എന്ന് പറയുന്നത് എൻ്റെ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒത്തിരി ആഗ്രഹിച്ച് ഞാൻ മേടിച്ചൊരു റോസാണ് നമ്മുടെ റെഡ് പിനാക്കിയോ റോസ്. അതിനകത്ത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച അത്രയും പൂക്കൾ അതിനകത്തും ആയിട്ടില്ല. നല്ല ഭംഗിയാണ് ഇങ്ങനെ നിറച്ച് പൂ പിടിച്ച് നിൽക്കുന്നത് കാണാൻ. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന അധികം കെയറിങ് ഒന്നും വേണ്ടാത്തൊരു റോസാണ് ഇത്. നമ്മൾ കുമാർ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. അവിടെ നിന്ന് മേടിച്ച 2 റോസും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതേതാണ് ഈ കുമാർ നഴ്സറി എന്ന്. നമ്മുടെ കൊല്ലത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള നഴ്സറിയാണ്. ചിലപ്പോൾ അറിയാവുന്നവരും ഉണ്ടാവും. അങ്ങനെ കുറേ സമയം പണിപ്പെട്ട് എല്ലാ റോസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡെയ്സി പ്ലാന്റിന് കുറച്ച് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാം. ഡെയ്സി പ്ലാന്റിന് ഞാൻ എല്ലുപൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓരോ സ്പൂണ് വെച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. നമ്മുടെ ഡെയ്സി പ്ലാന്റിന് ഈ എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ട് എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. നിറയെ പൂക്കളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഡെയ്സിക്ക് കുറച്ച് എല്ലുപൊടി മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന്. ഇന്ന് എന്തായാലും നമ്മൾ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാനായിട്ട് ഇറങ്ങിയല്ലോ. അപ്പോൾ മിക്കവാറും എല്ലാ പ്ലാന്റ്സിനും ഞാൻ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അഡേനിയം പ്ലാന്റ്സിനും ഞാൻ കുറച്ച് എല്ലുപൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ അഡേനിയം ശരിക്കും റീപോർട്ട് ചെയ്യാൻ സമയമായെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. 1-2 വലിയ ചട്ടികൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ബാക്കി കുറച്ച് ചട്ടികളും കൂടെ മേടിച്ചിട്ട് വേണം എല്ലാ അഡീനിയം ജസ്റ്റ് ഒന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. മഴ സമയമാകുമ്പോൾ അഡീനിയം പ്ലാന്റ്സ് അധികം വെള്ളം വീഴാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കണേ. ഞാനിത് അധികം വെള്ളം വീഴാത്ത ഒരു ഏരിയയാണ് വീട്ടിൽ മറ്റുള്ള ഏരിയയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേങ്കിൽ ഇവിടെയും കുറച്ചൊക്കെ വെള്ളം ശക്തമായ മഴ പെയ്യുന്ന ടൈമിലൊക്കെ വീഴാറുണ്ട്. എന്നാലും വലിയ പ്രോബ്ലം ഇല്ലാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ ഈ റെയിനി സീസണിൽ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന മഴയിൽ അതെല്ലാം അങ്ങ് ഒലിച്ചു പോകാനാണ് സാധ്യത. ഇതുപോലുള്ള ഡ്രൈ ഫെർട്ടിലൈസേഴ്സ് ആവുമ്പോൾ മഴ ശക്തമായിട്ട് പെയ്താലും കുറച്ചൊക്കെ അതിന് അബ്സോർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീട്ടിൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡ്രൈ ഫെർട്ടിലൈസേഴ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണേ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ.